ജെയിംസ് ജോൺസൺ അഥവാ ജിം. അവനാകെ അങ്കലാപ്പിലായിരുന്നു. വാൾട്ടറുടെ ഭാവമാറ്റം കുറച്ചൊന്നുമല്ല അവനെ ഭയപ്പെടുത്തിയത്. തൻ്റെ കള്ളക്കളികൾ അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞെന്ന് അവൻ ഉറപ്പായി. ഇനി അയാൾക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. നേരെ മിൽട്ടനെ അന്വേഷിച്ച് പുറപ്പെട്ടു. എന്നാൽ ഇപ്രാവശ്യം വേണ്ട മുൻകരുതലുകളെടുക്കാൻ അവൻ മറന്നില്ല. മിൽട്ടൺ വാൾട്ടറേക്കാൾ അപകടകാരിയാണ്. വാൾട്ടർ ഒരിക്കലും തന്നെ നേരിട്ട് ഉപദ്രവിക്കില്ല. പക്ഷേ മിൽട്ടൺ അങ്ങനെയല്ല. മിൽട്ടന്റെ ഓഫീസ് മുറിയോട് ചേർന്ന് ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. വിൽസണെയും മിൽട്ടനെയും കൂടാതെ വേറെയും 4 പേർ കൂടിയുണ്ടായിരുന്നു. വൈകിട്ടത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് അവർ. എന്നാൽ മിൽട്ടൺ ഇതിലൊന്നും പങ്കുകൊള്ളാതെ ആ നീണ്ട മീറ്റിംഗ് ടേബിളിന്റെ ഏറ്റവും അറ്റത്തെ കസേരയിൽ നിശബ്ദനായിരുന്നു. ഞാൻ അകത്തേക്ക് വരട്ടെ? ജിം അനുവാദം ചോദിച്ചു. പോലീസ് യൂണിഫോം കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന 4 പേർ അമ്പരന്ന് പരസ്പരം നോക്കി. ആരും പേടിക്കണ്ട, ഇത് ജിം, വിൽസൺ പരിചയപ്പെടുത്തി. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. കേറി വാ ജിം. മിൽട്ടൺ ഒന്ന് പുറത്തേക്ക് വരുമോ? ഒരു കാര്യം സംസാരിക്കണം. എന്നോട് പറഞ്ഞാൽ മതി ജിം. വിൽസൺ മുൻപോട്ട് വന്നു. ഇനി കുറച്ചു നാളത്തേക്ക് ഞാനാണ് കാര്യങ്ങൾ നോക്കുക. ഇതൊരു പേഴ്സണൽ മാറ്ററാണ്. എനിക്ക് വിൽസൺ അത്ര പരിചയം പോരല്ലോ. ഞാൻ മിൽട്ടനോട്... വാതിലിനോട് ചേർന്ന് നിന്ന ഒരുവൻ ജിമ്മിനെ വലിച്ച് അകത്തേക്ക് കയറ്റി വാതിലടച്ച് ബോൾട്ടിട്ടു. യു സീ ജിം വിക്കി, വാൾട്ടർ നമ്മൾ കരുതിയ പോലല്ല. അയാൾക്ക് എന്നെ നല്ല സംശയമുണ്ട്. ഇന്ന് അയാൾ വൈകിട്ട് വാൾട്ടറുമായുണ്ടായ സംഭാഷണങ്ങൾ വിവരിച്ചു. ചുരുക്കി പറഞ്ഞാൽ താൻ ഇനി ഞങ്ങൾക്കൊരു ബാധ്യതയായി എന്ന് അല്ലേ? വിൽസന്റെ മുഖത്ത് പുച്ഛഭാവമായിരുന്നു. ജിം, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ പെരുമാറ്റം കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും നീയൊരു കള്ളനാണെന്ന്. എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. അല്ലെങ്കിൽ ഞാൻ മാത്രമായിരിക്കില്ല, നമ്മളെല്ലാവരും... ഓ, ഭീഷണിയും തുടങ്ങിയോ? വിൽസൺ പതിയെ അവൻ അടുത്തേക്ക് നടന്നു. ഭീഷണിയല്ല, തെറ്റിദ്ധരിക്കരുത്. ജിം കരച്ചിലിന്റെ വക്കത്തായി. നീ കഴിഞ്ഞ ദിവസം എന്തോ പറയുന്നത് കേട്ടു. അയാൾ അവന്റെ തോളിൽ കൈവച്ചു. സി മിൽട്ടൺ. അവൻ മിൽട്ടന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചു. നിനക്കെന്നെ നന്നായി അറിയാം, ഞാൻ എത്ര റിസോഴ്സ്ഫുൾ ആണെന്ന്. ബട്ട് ഒരിക്കലും നിങ്ങളെന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. അതിലെനിക്ക് പരാതിയുമില്ല. നമുക്കിതുവരെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ... ഇവന്റെ സംസാരം കേട്ടിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, ഗുണ്ടകളിൽ ഒരുവൻ വിൽസന്റെ ചെവിയിൽ പറഞ്ഞു. വല്ലാതെ മാനസാന്തരം കാണിക്കുന്നവന്മാരെ സൂക്ഷിക്കണം. അത് കേട്ടതും വിൽസൺ ജിം ധരിച്ചിരുന്ന ഷർട്ടിന്റെ കോളറിൽ പിടുത്തമിട്ടു. ഒറ്റ വലിക്ക് ആ ഷർട്ട് അയാൾ വലിച്ചു കീറി. സംശയം വെറുതെ ആയിരുന്നില്ല. എന്താ ഇത് ജിം? ഇത് ഞാൻ എപ്പോഴും ധരിക്കാറുണ്ട്. അവന്റെ തൊണ്ടയിൽ വാക്കുകൾ തടഞ്ഞു നിന്നു. വിൽസൺ തിരിഞ്ഞ് മിൽട്ടനെ നോക്കി. കണ്ടോ നമ്മുടെ സുഹൃത്തിന്റെ പരിപാടികൾ? ഇവനെയാണ് നമ്മളീ വളർത്തിക്കൊണ്ടുവന്നത് ഇത്ര കാലം. മിൽട്ടൺ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അയാളുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. ഇന്ന് രാത്രിയോടെ മാഗി ഈ ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമാകുമെന്ന ചിന്ത അയാളെ ഭ്രാന്ത് പിടിപ്പിച്ചു. മിൽട്ടൺ, പ്ലീസ് ആ കാർപ്പറ്റ് വൃത്തികേടാക്കരുത്. പപ്പായ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണത്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ മറ്റോ വിരിച്ചിട്ട് വേണം. അയാൾ ശബ്ദം താഴ്ത്തി മന്ത്രിച്ചു. മിൽട്ടൺ, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. പുറത്തേക്ക് കുതിച്ച ജിമ്മിനെ മിൽട്ടൺ ഒരൊറ്റ ചവിട്ടിന് അകത്തേക്ക് തന്നെ വീഴിച്ചു. അവന്റെ നെഞ്ചിൽ കെട്ടിവെച്ചിരുന്ന മൈക്കും റെക്കോർഡറും എവിടേക്കോ തെറിച്ചുപോയി. എനിക്കൊരു വിഷമവും തോന്നുന്നില്ല ജിം. ഇത് നീ അർഹിക്കുന്നത് തന്നെയാണ്. കൂടെ നിന്ന് ചതിക്കുന്നവർക്കെല്ലാം ഇതൊരു പാഠമായിരിക്കണം. വിൽസണ് നേരെ ഒന്ന് പാളി നോക്കിക്കൊണ്ടാണ് അയാൾ അത് പറഞ്ഞത്. തുടർന്ന് വാതിൽ തുറന്ന് അയാൾ വെളിയിലേക്കിറങ്ങി. വിൽസൺ വളരെ അനായാസമായി ജിമ്മിനെ പൊക്കിയെടുത്ത് ആ ടേബിളിന് മുകളിലേക്കിട്ടു. മഹഗണി ഒറ്റത്തടിയിലുണ്ടാക്കിയ ആ നീണ്ട മേശയ്ക്ക് ഒരനക്കം പോലും ഉണ്ടായില്ല. കൊല്ലരുത് പ്ലീസ്, അയാൾ യാചിച്ചു. വിൽസൺ മറുപടിയായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അയാൾ തല ചെരിച്ചു പിടിച്ച് താടി തടവി ആലോചിക്കുകയായിരുന്നു. എങ്ങനെ വേണം ഇത് ചെയ്യാൻ? കൂട്ടാളികളിൽ ഒരുവൻ വാതിലടച്ച് ബോൾട്ടിട്ടു. ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അയാൾ അവർക്ക് നേരെ തിരിഞ്ഞു. ഇവനും പിന്നെ ഇന്ന് രാത്രി നമ്മൾ തീർക്കാൻ പോകുന്നവരും എല്ലാം പോലീസ് ഓഫീസേഴ്സാണ്. ഇത്രയും കാലം ചെയ്ത പോലെ അത്ര ഈസി ആയിരിക്കില്ല ഇനി അങ്ങോട്ട്. നമുക്ക് ഒന്നും ഇടയ്ക്ക് ഉപേക്ഷിച്ച് പോകാനാവില്ല. കേസുകൾ ക്ലോസ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരാൾ ഈ കുറ്റമെല്ലാം ഏറ്റ് ജയിലിൽ പോയേ പറ്റൂ. എല്ലാവരുടെയും നോട്ടം കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ സ്റ്റീവ് എന്ന സ്റ്റീഫൻ ഫിലിപ്പിലേക്കായി.
സാധാരണ ഇത്തരം കാര്യങ്ങൾ ഏൽക്കുന്നത് അയാളാണ്. പേടിക്കേണ്ട, കോടതിയിൽ കേസ് നിലനിൽക്കില്ല. അങ്ങനെ നമ്മൾ ചെയ്യൂ. വിൽസൺ അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ഏൽക്കാം. പരുക്കൻ ശബ്ദത്തിൽ സ്റ്റീവ് സംസാരിച്ചു തുടങ്ങി. ഒരേ ഒരു കണ്ടീഷൻ മാത്രം. ഈ തീർക്കാനുള്ളവന്മാരെയൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് തീർക്കണം. വേറെ വല്ലവനും ചെയ്തതിന് ജയിലിൽ പോയി കിടക്കാൻ എന്നെ കിട്ടില്ല. വിൽസന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അയാൾ ജിമ്മിന്റെ കഴുത്തിൽ നിന്നും വിട്ട് പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ തോക്കെടുത്ത് സൈലൻസർ പിടിപ്പിച്ച് സ്റ്റീവിന് നേരെ നീട്ടി. ഇതാ, അറിയാമല്ലോ, നീ അകത്തായെന്ന് കരുതി ഇവിടെ നിന്റെ ഫാമിലിക്ക് ഒരു കുറവും വരികയില്ല. പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അയാൾ ആ തോക്കിലേക്കൊന്ന് നോക്കുക പോലും ചെയ്തില്ല. പകരം പോക്കറ്റിൽ നിന്നും ഒരു സ്റ്റീൽ വയർ പുറത്തെടുത്തു. അയാൾക്ക് വേണ്ടി പ്രത്യേകം പണിയിച്ച മാരകായുധം. അതിന്റെ രണ്ടറ്റത്തും മരത്തിന്റെ പിടികളുണ്ടായിരുന്നു. ജിം ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അയാൾ സ്റ്റീവിന്റെ ബലിഷ്ഠമായ കൈകൾക്കിടയിൽപ്പെട്ടു. അതേ അവസ്ഥയിൽ തന്നെ അവനെ വലിച്ചുയർത്തിയ അയാൾ ആ സ്റ്റീൽ വയർ അവന്റെ കഴുത്തിലൂടെ ഒരു വട്ടം ചുറ്റിയെടുത്തു. ഇനി ബലം പ്രയോഗിച്ചിട്ട് കാര്യമില്ലെന്ന് ജിമ്മിന് മനസ്സിലായി. അയാൾ ശാന്തനായി നിന്നുകൊടുത്തു. ആ നേർത്ത സ്റ്റീൽ വയറിന്റെ തണുപ്പ് അവനെ നിശ്ചലനാക്കി കളഞ്ഞു എന്നതാണ് സത്യം. അടുത്ത നിമിഷം സ്റ്റീവ് ആ 2 മരപ്പിടികളിലും പിടിച്ച് ജിമ്മിന്റെ ശരീരം തന്റെ മേലേക്ക് വലിച്ചു മറിച്ചു പിടിച്ചു. ആ മെല്ലിച്ച ശരീരം നിലത്തുനിന്ന് ഉയർന്നു. മരണവെപ്രാളത്തിൽ കൈകാലുകൾ പിടച്ചപ്പോൾ സ്റ്റീവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അത് ആസ്വദിച്ചു. ഒടുവിൽ എല്ലാം തീർന്നപ്പോൾ അയാൾ അവന്റെ ചലനമറ്റ ശരീരം നിലത്തേക്കിട്ടു. ആഹാ, ഇനി എനിക്ക് ഇതുപോലെ തന്നെ നമ്മുടെ മിൽട്ടന്റെ പെണ്ണിനെയും വേണം. എന്റെ കൈ കിടന്ന് അവളും ഇതുപോലെ പിടയണം. അവന് മതിയായിട്ടില്ല. വിൽസന്റെ മുഖം ഗൗരവത്തിലായി. മിൽട്ടൺ പിണങ്ങിയിരിക്കുന്നതിൽ അയാൾക്ക് നല്ല വിഷമമുണ്ട്. മറ്റെന്തെങ്കിലും വഴിയുണ്ടായിരുന്നെങ്കിൽ അയാൾ മാഗിയെ ഉപദ്രവിക്കാൻ കൂട്ടുനിൽക്കില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോ കിഴവൻ റോഡ്രിഗോ നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന പണിയായിപ്പോയി. അതെ, ഞാനൊരു കാര്യം പറയാം. കൂട്ടത്തിൽ ഒരുത്തൻ, ലാരി, ശ്രദ്ധ ആകർഷിച്ചു. കാർന്നോർ പറഞ്ഞിട്ടുള്ളത് മിൽട്ടൺ ഇടയ്ക്ക് കയറാൻ വന്നാൽ തട്ടിക്കളഞ്ഞേക്കാനാണ്. അതുകൊണ്ട് വിൽസന്റെ മുഖം ക്രുദ്ധമായി. അല്ല, അതുകൊണ്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. മണ്ടത്തരമായെന്ന് അയാൾക്ക് മനസ്സിലായി. പറയടാ പട്ടി, നിനക്ക് കൊല്ലണം മിൽട്ടനെ. വിൽസൺ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ മിൽട്ടൺ എന്ന് പറയുന്നവൻ ഇങ്ങനെ തുടങ്ങിയാൽ ഭാവിയിൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടാകും. അവന്റെ ഈ പോലീസുകാരിയും പ്രേമവും ഒക്കെ കൂടി ഇപ്പോൾ തന്നെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയെന്ന് നോക്കൂ. ഒരു പ്രാവശ്യം കൂടി ഇത്തരം തന്തയില്ലായ പറഞ്ഞാൽ. വിൽസൺ തന്റെ കയ്യിലിരുന്ന തോക്ക് അവന്റെ ചെവിയിലേക്ക് തിരുകി. അറിയാമല്ലോ, റസൽ സ്ട്രൈഡർ. കുറെ നേരമായി അദ്ദേഹം വാൾട്ടറെ വിളിക്കാൻ ശ്രമിക്കുന്നു. എത്ര വിളിച്ചിട്ടും ഫോൺ അടിക്കുന്നതല്ലാതെ വാൾട്ടർ ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹത്തിന് ചെറിയൊരു ഭയം തോന്നി തുടങ്ങി. വൈകിട്ട് വാൾട്ടറും മാഗിയും മിൽട്ടനെ കാണാൻ പോകുന്നത് സ്ട്രൈഡർ അറിഞ്ഞിരുന്നു. ഇന്നു മുതൽ വാൾട്ടർ തന്റെ ജോലി തുടങ്ങുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് അയാൾ വാൾട്ടറെ കണ്ടത്. കാരണം കഴിഞ്ഞ 3 വർഷമായി ഈ കേസിന്റെ പുറകെ നടക്കുന്നു. ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്നും എങ്ങനെയൊക്കെയാണ് അവർ മയക്കുമരുന്ന് എത്തിക്കുന്നതെന്നും എല്ലാം മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ മിൽട്ടനെയോ അയാളുടെ പപ്പയോ നേരിട്ട് കേസിൽ ബന്ധപ്പെടുത്താനുള്ള യാതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയങ്ങോട്ട് വളരെ നിർണായകമാണ് കാര്യങ്ങൾ. മിൽട്ടൺ ജയിലിൽ പോയാൽ പിന്നെ ഒരിക്കലും പുറത്തിറങ്ങരുത്. അങ്ങനെ വേണം അവനെ പൂട്ടാൻ. ഇതുവരെയും അവൻ ഈ വിഷം അമേരിക്ക വിട്ട് പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇനി അവന്റെ ലക്ഷ്യം അതാണെന്നാണ് കേൾക്കുന്നത്. ഒടുവിൽ ഫോൺ ബെല്ലടിച്ചു. ഹലോ, മിസ്റ്റർ സ്ട്രൈഡർ അല്ലേ? അപ്പുറത്തു നിന്നും ഒരു വൃദ്ധസ്വരം. അതെ, ആരാ ഇത്? ഞാൻ ഡോക്ടർ ലൂയിസ് എന്ന് പറയും. ഡോക്ടർ റോഡ്രിഗോ ലൂയിസ്. സ്ട്രൈഡറുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ കടന്നുപോയി. ഇതൊന്ന് കേൾക്കൂ. അപ്പുറത്ത് ഫോൺ മറ്റാർക്കോ കൈമാറി. 2 സെക്കൻഡുകൾക്ക് ശേഷം പപ്പ. ഫോണിൽ ഫോക്സിന്റെ അലറിയുള്ള കരച്ചിൽ കേട്ട് സ്ട്രൈഡർ നടുങ്ങി. പപ്പ, ഇവരുടെ കയ്യിൽ തോക്കുണ്ട്, മമ്മായെ അവർ. പിന്നെ കേട്ടത് ഉച്ചത്തിലുള്ള വെടിശബ്ദമായിരുന്നു. ഫോക്സ്! സ്ട്രൈഡർ അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. പേടിക്കണ്ട മിസ്റ്റർ സ്ട്രൈഡർ. നേരത്തെ കേട്ട ആ വൃദ്ധന്റെ ശബ്ദം വീണ്ടും. കുഞ്ഞിനെ ഞങ്ങൾ കൊല്ലില്ല. ഉടൻ തന്നെ നിങ്ങളുടെ ഓഫീസിന് താഴെ ഒരു കാർ വരും. ഒരു വൈറ്റ് ടൊയാട്ട പ്രിയസ്. അതിൽ കയറിയിരിക്കുക. ആർക്കും ഒരു സംശയവും തോന്നരുത്. ഓർക്കുക, എന്തെങ്കിലും പണിയൊപ്പിക്കാൻ ശ്രമിച്ചാൽ സ്ട്രൈഡർ എന്നൊരു ഫാമിലി പിന്നെ ഈ ഭൂമുഖത്ത് തുടരില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ?
തന്നെ കൂട്ടിക്കൊണ്ടുപോകാനെത്തിയ ടൊയോട്ട പ്രിയസ് കാറിൽ കടന്നിരിക്കുമ്പോൾ റസൽ സ്ട്രൈഡർ ആകെ വീർത്ത് കുളിച്ചിരുന്നു. ശ്വാസമെടുക്കാൻ പോലും അദ്ദേഹം ബുദ്ധിമുട്ടി. ഫോണിലൂടെ കേട്ട ആ വെടിശബ്ദം അയാളുടെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി സ്ട്രൈഡർക്ക്. കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ ഒരു റോബോട്ടിനെ പോലെ തോന്നിച്ചു. യാതൊരു പ്രത്യേക ഭാവങ്ങളുമില്ലാത്ത മുഖം. തൻ്റെ തിളങ്ങുന്ന മൊട്ടത്തലയിലൂടെ വിരലോടിച്ചുകൊണ്ട് അടിമുടി സ്ട്രൈഡറെ വീക്ഷിക്കുകയായിരുന്നു അയാൾ. ഒടുവിൽ പോകാം അയാൾ ചോദിച്ചു. സ്ട്രൈഡർ മറുപടി പറയാതെ വെളിയിലേക്ക് നോക്കിയിരുന്നതേയുള്ളൂ. വണ്ടി നീങ്ങി തുടങ്ങി. ഏതാണ്ട് 1 കിലോമീറ്ററായി കാണും. സിറ്റി ലിമിറ്റ് കഴിഞ്ഞ് ഫ്രീവേയിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഡ്രൈവർ വണ്ടി സൈഡ് ഒതുക്കി. മിസ്റ്റർ സ്ട്രൈഡർ, താങ്കളുടെ കയ്യിൽ പോർട്ടബിൾ ഫോണുണ്ടോ? ചിന്തയിൽ നിന്നും ഞെട്ടിയുണർന്ന സ്ട്രൈഡർ അയാളെ തുറിച്ചു നോക്കി. സെൽഫോൺ? അതെ, അതിങ്ങ് തരൂ. സ്ട്രൈഡർക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. യാന്ത്രികമായി അയാൾ ഫോൺ ഡ്രൈവർക്ക് കൈമാറി. അത് കയ്യിൽ കിട്ടിയതും ആ മനുഷ്യൻ മുഷ്ടിക്കുള്ളിൽ വെച്ച് അതൊന്ന് ഞെരിച്ചു. എന്നിട്ട് യാതൊരു ഭാവഭേദവും കൂടാതെ പുറത്തേക്ക് എറിഞ്ഞു. എൻ്റെ ഫാമിലി എവിടെ? സ്ട്രൈഡറുടെ സ്വരം ചിലമ്പിച്ചിരുന്നു. എന്നോട് സംസാരിക്കരുത്. മിണ്ടാതെ അനങ്ങാതെ സീറ്റിലിരിക്കുക. തൻ്റെ കണ്ണു കെട്ടിക്കൊണ്ടു ചെല്ലാനാണ് ഓർഡർ. പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇനി നിങ്ങൾക്ക് ജീവനോടെ ഒരു മടക്കയാത്രയില്ല. സോ അവസാനമായി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ശാന്തനായി ഇരിക്കും അവിടെ. എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലില്ല, പേടിക്കേണ്ട. അതും പറഞ്ഞ് അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു സ്റ്റീൽ വയർ വെളിയിലെടുത്ത് ഡാഷ്ബോർഡിലേക്കിട്ടു. അതിൻ്റെ രണ്ടറ്റത്തും മരത്തിൻ്റെ പിടികളുമുണ്ടായിരുന്നു. എൻ്റെ പേര് സ്റ്റീവ്. ഡോക്ടർ ലൂയിസ് എൻ്റെ ബോസാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വിശദമായി പരിചയപ്പെടേണ്ടതാണ്. കാരണം നിങ്ങളെ കൊന്ന് അതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ട ആളാണ് ഞാൻ. അയാൾ പല്ലിളിച്ച് ഒന്ന് ചിരിച്ചു. തുടർന്ന് ഫ്രീ വേയിലൂടെ ആ കാർ കുതിച്ചു പായാൻ തുടങ്ങി. ഈ സമയം വാൾട്ടർ മാഗിയെ കൂട്ടി തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. എത്രയും പെട്ടെന്ന് അവളെ ലൂസിയാനിൽ നിന്ന് മാറ്റണം. ടെക്സാസിലെ ബ്യൂമോണ്ട് സിറ്റിയാണ് ലക്ഷ്യം. അവിടെ ക്രിസ്റ്റഫറിന് പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. തൽക്കാലം മാഗിയെ അവിടെയാക്കി തിരിച്ചു വരാനാണ് വാൾട്ടർ തീരുമാനിച്ചത്. മിൽട്ടനുമായുള്ള കണക്കുകൾ തീർക്കണം, എല്ലാം അവസാനിപ്പിക്കണം. എന്നിട്ടേ അവളെ തിരിച്ചു കൊണ്ടുവരാനാകൂ. എന്നാൽ പ്ലൗഷിൽ എന്ന കൊച്ചു ടൗണിലേക്ക് കയറിയതും തൻ്റെ പിറകിൽ ഒരു ചുവന്ന ഷെർവലോ പിക്കപ്പ് പ്രത്യക്ഷപ്പെട്ടു. റിയൽ വ്യൂ മിററിൽ ആ കാറ് കണ്ടതും വാൾട്ടർ അപകടം മണത്തു. 1948 മോഡലിലുള്ള ആ ട്രക്ക് അയാൾ മുമ്പ് കണ്ടിട്ടുണ്ട്, മിൽട്ടന്റെ കാർ ഷോറൂമിൽ. അടുത്ത നീക്കം എന്തായിരിക്കണമെന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴേക്കും വാൾട്ടറുടെ ഫോൺ അടിച്ചു. ഹലോ വാൾട്ടർ, എവിടേക്കാ എൻ്റെ പെണ്ണിനെയും കൊണ്ട് പോകുന്നത്? വളരെ ശാന്തമായ ചോദ്യം. അപ്പുറത്ത് പുഞ്ചിരിച്ചുകൊണ്ട് എന്നാൽ തന്നെ കൊല്ലാനുള്ള കലിയോടെ സംസാരിക്കുന്ന മിൽട്ടന്റെ മുഖം വാൾട്ടർ മനസ്സിൽ കണ്ടു. അയാൾ മറുപടിയൊന്നും പറയാതെ തൻ്റെ ട്രക്ക് തൊട്ടുമുമ്പിൽ വലത്തേക്ക് തിരിയുന്ന ഇടവഴിയിലേക്ക് ഓടിച്ചു കയറ്റി. പ്ലൗഷിൽ റിസർവ്ഡ് വനമേഖല എന്നൊരു ചെറിയ ബോർഡ് കണ്ടു. അയാൾ ഗിയർ മാറി കുത്തനെയുള്ള കയറ്റം കയറി കാടിനുള്ളിലേക്ക് തന്നെ തൻ്റെ വാഹനം വായിച്ചു. ഷെവർലെ അതേ വേഗതയിൽ തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. കുറെ ചെന്നപ്പോൾ വഴി വളരെ ദുർഘടകരമായി മാറി. മഴക്കാലമായതിനാൽ റോഡാകെ പൊട്ടിപ്പിളർന്നിരിക്കുന്നു. വലതുവശത്ത് അത്യഗാധമായൊരു കൊക്കയാണ്. പലയിടത്തും കൃത്യം ആ ട്രക്കിന് പോകാൻ മാത്രമേ വീതിയുള്ളൂ. മുൻപോട്ടിനി പോയിട്ടും പ്രയോജനമില്ലെന്ന് വാൾട്ടർക്ക് അറിയാമായിരുന്നു. ഒരു ചെറിയ അശ്രദ്ധ മതി ഏതാണ്ട് 100 മീറ്ററിലധികം താഴ്ചയുള്ള കൊക്കയിലേക്ക് കൂപ്പുകുത്താൻ. സുരക്ഷാവേലികൾ പലയിടത്തും പൊളിഞ്ഞ നിലയിലാണ്. ഒടുവിൽ അയാൾ വണ്ടി നിർത്തി. തൊട്ടുപുറകിൽ തന്നെ വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഷെവർലെയും നിർത്തി. അല്പസമയം ആരും അനങ്ങിയില്ല. വാൾട്ടർ താൻ ആദ്യം ഇറങ്ങണോ എന്ന ശങ്കയിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഷെവർലെയുടെ ഡോറുകൾ തുറക്കപ്പെട്ടു. അതിൽ നിന്ന് 2 മനുഷ്യർ ഇറങ്ങി വരുന്നത് വാൾട്ടറിന് മിററിലൂടെ കാണാമായിരുന്നു. മിൽട്ടനോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. വാൾട്ട്. മാഗിയുടെ മുഖത്ത് ഭയം അരിച്ചു കയറി തുടങ്ങി. വാൾട്ടർ പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചില്ല. അന്ന് രാവിലെ DEA ഓഫീസിൽ നിന്നും ഇഷ്യൂ ചെയ്ത ഗ്ലോക്ക് 22 പിസ്റ്റൾ ഉണ്ടായിരുന്നു അയാളുടെ പോക്കറ്റിൽ. ഏതു നിമിഷവും കയ്യിലെടുക്കാവുന്ന തരത്തിൽ അയാളത് പുറത്തേക്ക് വലിച്ചു വെച്ചു. അപ്പോഴേക്കും മിൽട്ടൺ ഡ്രൈവിംഗ് സീറ്റിനരികിലെത്തി ഗ്ലാസ് താഴ്ത്താൻ ആംഗ്യം കാട്ടി. വാൾട്ടർ സാവധാനം ഡോർ തുറന്ന് വെളിയിലേക്കിറങ്ങി. ഒപ്പം സീറ്റ് ബെൽറ്റ് അഴിച്ച മാഗിയെ നോക്കി അയാൾ അവിടെ തന്നെ ഇരിക്കാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി. എന്തൊക്കെയാണ് വാൾട്ടർ നടക്കുന്നത്? എല്ലാം ആകെ കുഴഞ്ഞുമറിഞ്ഞു പോയല്ലോ.
ദീർഘനിശ്വാസത്തോടെയായിരുന്നു മിൽട്ടൺ സംസാരിച്ചു തുടങ്ങിയത്. എല്ലാം നിനക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ വാൾട്ട്? മിൽട്ടൺ പുഞ്ചിരിച്ചു. ആ സ്റ്റുപ്പിഡ് ജിം എല്ലാം നശിപ്പിച്ചു. വാൾട്ടർ മറുപടി ഒന്നും പറഞ്ഞില്ല. ബൈ ദ വേ, ഇത് വിൽസൺ, എൻ്റെ അടുത്ത സുഹൃത്താണ്. ഹസ്തദാനത്തിനായി മുൻപോട്ട് വന്ന വിൽസനെ വാൾട്ടർ കണ്ട ഭാവം പോലും നടിച്ചില്ല. എന്താണ് നിന്റെ ഉദ്ദേശം വാൾട്ടർ? മിൽട്ടന്റെ നെറ്റി ചുടിഞ്ഞു. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആയിക്കോളൂ, നോ പ്രോബ്ലം. പക്ഷേ എൻ്റെ മാഗിയെ നീ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? നിന്റെ മാഗി! വാൾട്ടർ പല്ലിഞ്ഞെരിച്ചു. എന്നോടുള്ള പക തീർക്കാനല്ലേ നീ ഈ പാവത്തിന്? അതായിരിക്കാം വാൾട്ട്. മിൽട്ടന്റെ സ്വരം താഴ്ന്നു. അതുതന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ നീയൊരു സത്യം മനസ്സിലാക്കണം. നീ കേട്ടതും അറിഞ്ഞതും എല്ലാം 100% സത്യമല്ല. ഞാൻ നീ കരുതുന്നത് പോലെ ഒരു ഡ്രഗ് ഡീലറല്ല, ചതിയനല്ല, വെറുമൊരു കാവൽപ്പട്ടി മാത്രം. എൻ്റെ അപ്പൻ റോഡിഗോ ലൂയിസിന്റെ ആജ്ഞയ്ക്ക് കാത്ത് അയാളുടെ കാൽക്കീഴിൽ കിടന്നിരുന്ന ഒരു വെറും കാവൽപ്പട്ടി. വാൾട്ടർ ഒന്നും മിണ്ടാതെ തൻ്റെ വലം കൈ പോക്കറ്റിലേക്ക് താഴ്ത്തി. എന്തായാലും ഇതൊക്കെ ഇങ്ങനെ തന്നെ അവസാനിക്കൂ എന്നെനിക്കറിയാമായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മാഗിയെ എനിക്കൊരിക്കലും മറക്കാനാവില്ല. അവളില്ലാതൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലുമാകില്ല. എല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഞാൻ തയ്യാറാണ്. അതിന് തയ്യാറെ തന്നെയാണ് ഞാനിന്ന് നിന്നെ കാണാൻ വന്നത്. നിനക്കറിയാമോ, ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും അവസാനിപ്പിക്കാനായിരുന്നു പപ്പയുടെ തീരുമാനം. അതിനു മുൻപ് മാഗിയുമായി രക്ഷപ്പെടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ അപ്പോഴേക്കും നീ വീണ്ടും ഇടയ്ക്ക് കയറി. മിൽട്ടൺ, വാൾട്ടർ മൗനം ഭജിച്ചു. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നീ എന്നോട് ഇതുവരെ പറഞ്ഞ കള്ളങ്ങൾ, കഴിഞ്ഞ 2 വർഷത്തോളമായി നീ മാഗിയോട് ചെയ്ത കൊടും വഞ്ചനകൾ, എന്നിട്ടും ഇനിയും നിന്നെ ഞാൻ വിശ്വസിക്കണം അല്ലേ? എത്ര കാലം നിനക്കിനി ബിസിനസ് തുടരാനാകും? DAE നിന്റെ തൊട്ടു പുറകിലെത്തിക്കഴിഞ്ഞു. വാൾട്ടർ, ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. മിൽട്ടന്റെ സ്വരം ഗൗരവത്തിലായി. DEA ഏജന്റ് മിസ്റ്റർ സ്ട്രൈഡറും ഫാമിലിയും ഇപ്പോൾ അവരുടെ പിടിയിലായി കഴിഞ്ഞു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവർ കൊല്ലപ്പെടും. വാട്ട്? വാൾട്ടർ നടുങ്ങിപ്പോയി. അടുത്തത് നിങ്ങൾ രണ്ടുപേരുമാണ്. മിൽട്ടൺ തുടർന്നു. എന്തു വില കൊടുത്തും നിങ്ങളെ ഇല്ലാതാക്കാനായി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന കുറച്ചു പേരുണ്ട്. ദാ ഈ വിൽസൺ അടക്കം. മാഗിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ ഏൽപ്പിച്ച് തിരിച്ചു പോവുക. നിനക്ക് രക്ഷപ്പെടാൻ ആകെയുള്ള മാർഗമാണിത്. നിന്നെ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ വെച്ച് തീർത്ത് അവളെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. ഞാനൊരു വാക്ക് പറഞ്ഞാൽ വിൽസൺ അത് സന്തോഷത്തോടെ ചെയ്യും. മറക്കരുത്. അവൻ ആ പറഞ്ഞതൊന്നും വാൾട്ടർ കേട്ടില്ല. അയാളുടെ മനസ്സിൽ ഫോക്സിന്റെ മുഖമായിരുന്നു. ആ കുഞ്ഞിനിവർ. എന്താ വാൾട്ടർ തീരുമാനം? മിൽട്ടൺ പോക്കറ്റിൽ നിന്ന് ഒരു തോക്ക് പുറത്തേക്കെടുത്തു. എന്നാൽ ആരും പ്രതീക്ഷിക്കാതിരുന്നതാണ് പിന്നീട് സംഭവിച്ചത്. അതുവരെ ഒരക്ഷരം ശബ്ദിക്കാതിരുന്ന വിൽസൺ പെട്ടെന്ന് മിൽട്ടന് നേരെ തിരിഞ്ഞു. അയാളുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവമായിരുന്നു. സംസാരിച്ചപ്പോൾ ചുണ്ടുകൾ വിറച്ചു. ഐ ആം സോറി മിൽട്ടൺ. വിൽസൺ മിൽട്ടനോട് അടുത്തു നിന്നു. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. അയാളിൽ നിന്ന് ഒരു ദീർഘനിശ്വാസമുയർന്നു. എല്ലാം അവസാനിപ്പിച്ച് കാമുകിയുമായി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നീ തീരുമാനിച്ചപ്പോൾ എന്നെപ്പോലെ ചിലരെ നീ മറന്നു അല്ലേ? നിന്നെ വിശ്വസിച്ച് ഈ വൃത്തികെട്ട ബിസിനസ്സിലേക്ക് ഇറങ്ങിപ്പെട്ടുപോയ കുറേ ജന്മങ്ങളെ. വാട്ട് ദ ഹെൽ വിൽസൺ? മിൽട്ടൺ നടുങ്ങിപ്പോയി. എനിക്ക് വേറെ ചോയ്സ് ഇല്ല. നിങ്ങളെ 3 പേരെയും അവസാനിപ്പിക്കാനായിട്ട് മിസ്റ്റർ റോഡിഗസ് എന്നെയാണ് ഏൽപ്പിച്ചത്. അവസാന നിമിഷം വരെ നിന്നെ രക്ഷിക്കാനാകും എന്ന് ഞാൻ കരുതി. പക്ഷേ അയാൾ മുഖം താഴ്ത്തി കുറെ നേരം മൗനം കൊണ്ടു. നീയൊരു സ്വാർത്ഥനാണ് മിൽട്ടൺ. വിൽസന്റെ തൊണ്ടയിടറി. ഐ ആം സോറി എവരിബഡി. എനിക്ക് വേറെ ചോയ്സ് ഇല്ല. അയാൾ പോക്കറ്റിൽ നിന്നും വലിച്ചെടുത്ത തോക്കിൽ മുൻപേ തന്നെ സൈലൻസർ ഘടിപ്പിച്ചിരുന്നു. വാൾട്ടർ, നിന്റെ പോക്കറ്റിലെ ആ പിസ്റ്റൾ ഞാൻ കണ്ടിരുന്നു. സാവധാനം അത് താഴെയിടുക, അയാൾ ആജ്ഞാപിച്ചു. വാൾട്ടർ പോക്കറ്റിൽ നിന്ന് കൈവലിച്ചു. അയാളുടെ മുഖത്ത് അവജ്ഞയോടുള്ള ഒരു ചിരി പ്രത്യക്ഷപ്പെട്ടു. നിനക്കൊക്കെ ഇതേ അറിയൂ. ചതിയും വഞ്ചനയും മാത്രം. നീ എന്തായാലും എന്നെ കൊല്ലാൻ പോകുന്നു. പിന്നെ ഞാനെന്തിന് നീ പറഞ്ഞത് അനുസരിക്കണം? അയാൾ വിൽസന്റെ തോക്കിന് മുന്നിലേക്ക് കയറി നിന്നു. ഷൂട്ട് മീ. അയാളുടെ മുഖം മുറുകിയിരുന്നു. വിൽസൺ അറിയാതെ ഒരടി പുറകോട്ട് വെച്ചുപോയി. വാൾട്ടറുടെ മുഖം തിളങ്ങുന്ന പോലെ തോന്നി അയാൾക്ക്. ചുട്ടുപഴുത്ത ലോഹം പോലെ. ഐ സെഡ് ഷൂട്ട്. വാൾട്ടർ അലറി. അടുത്ത നിമിഷം വെടിപൊട്ടി. മാഗി അലറിക്കരഞ്ഞുകൊണ്ട് ട്രക്കിൽ നിന്നും പുറത്തേക്കിറങ്ങി വാൾട്ടറുടെ അടുത്തേക്ക് ഓടി. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. വിൽസന്റെ കാലുകൾ ഒന്ന് വിറച്ചു.
അടുത്ത നിമിഷം അയാൾ നിന്ന നിൽപ്പിൽ പുറകോട്ട് മലർന്നു വീണു. മാഗി ഞെട്ടി വാൾട്ടറെ നോക്കി. അയാളും അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് അവൾ പുറകിൽ നിന്നിരുന്ന മിൽട്ടനെ കണ്ടത്. അയാളുടെ കയ്യിലുണ്ടായിരുന്നു നീട്ടിപ്പിടിച്ച ഒരു തോക്ക്. അതിൻ്റെ കുഴിൽ നിന്ന് നൂലുപോലെ പുകയുയരുന്നു. സമനില തെറ്റിയതുപോലെയാണ് മിൽട്ടൺ നിന്നിരുന്നത്. താൻ ചെയ്യുന്നതെന്തെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും അയാൾക്കായിട്ടില്ല. മിൽട്ടൺ, വാൾട്ടർ പതിയെ അവനെ സമീപിച്ചു. എന്നാൽ തോളിൽ കൈവെക്കാൻ ആഞ്ഞതും, ഡോണ്ട്, എന്നെ തൊട്ടുപോകരുത്. അയാൾ അലറിക്കൊണ്ട് തോക്ക് വാൾട്ടറിന് നേരെ തിരിച്ചു. സന്തോഷമായല്ലോ നിനക്ക്? എൻ്റെ ജീവിതം തീർന്നു. കണ്ടില്ലേ, ഒരിക്കലും ചതിക്കില്ലെന്ന് വിശ്വസിച്ച് ഞാൻ കൂടെ കൊണ്ടു നടന്നവൻ വരെ എന്നെ കൈയൊഴിഞ്ഞു. ഇപ്പോൾ ഇതാ എൻ്റെ മാഗിയും. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ആകെ ഇനി എൻ്റെ മുമ്പിൽ ഒരു വഴിയുള്ളത്. മിൽട്ടൺ, കാം ഡൗൺ മാൻ. വാൾട്ടർ അവനെ ചേർത്ത് പിടിച്ചു. നോ, എനിക്കിനി വേറെ വഴിയില്ല വാൾട്ട്. ഐ ആം സോറി. അവൻ്റെ ചൂണ്ടുവിരൽ ട്രിഗർ തിരയുന്നത് വാൾട്ടർ തിരിച്ചറിഞ്ഞു. അയാൾ അവൻ്റെ കൈപ്പത്തി തൻ്റെ മുഷ്ടിക്കുള്ളിൽ അമർത്തി. പക്ഷേ വൈകിപ്പോയിരുന്നു. വാൾട്ടറുടെ ശരീരം ഒന്നാകെ ഒന്ന് കുലുങ്ങി. ഇടത്തെ തോൾ തുളച്ചാണ് ആ വെടിയുണ്ട കടന്നുപോയത്. നോ! അലറിക്കരഞ്ഞുകൊണ്ട് മാഗി അവനെ ശക്തിയായി പുറകോട്ട് തള്ളി. അടുതെറ്റി അവൻ വീഴാതിരിക്കാനായി കൊക്കയിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന ഒരു മരക്കൊമ്പിൽ പിടുത്തമിട്ടു. ഒരു നിമിഷത്തേക്ക് പിൻവാങ്ങിയ മാഗി വീണ്ടും ഒരു കുതിപ്പോടെ അവനെ പുറകോട്ട് ചവിട്ടി വീഴിച്ചു. അവൻ ഇടം കൈകൊണ്ട് മുറുകെ പിടിച്ചിരുന്ന ആ കൊമ്പ് പതിയെ മരത്തിൽ നിന്നും അടർന്നു തൂങ്ങി. മാഗി, പ്ലീസ്, അവൻ യാചിച്ചു. നോ, ചതിയനാണ് നീ. ഇനി നീ വേണ്ട. അവൻ്റെ നെഞ്ചിൽ തന്നെയായിരുന്നു അടുത്ത ചവിട്ട്. അടുത്ത നിമിഷം എന്താണുണ്ടായതെന്ന് മാഗിക്ക് മനസ്സിലായില്ല. അവളുടെ വയറിലൂടെ കടന്ന് നട്ടെല്ല് തുളച്ച് ഒരു മിന്നൽ കടന്നുപോയി. വെടിപൊട്ടിയ ആഘാതത്തിൽ ആ തോക്ക് മിൽട്ടനെ പുറകോട്ട് മറിച്ചിട്ടു, അത്യഗാധമായ പ്ലൗഷീൽ കൊക്കയിലേക്ക്. നിമിഷങ്ങൾക്കുള്ളിൽ മാഗി ചോരയിൽ കുളിച്ചിരുന്നു. വയറ്റിൽ ചേർത്ത് പിടിച്ച അവളുടെ കൈവിരലുകൾക്കിടയിലൂടെ രക്തം കുതിച്ചൊഴുകി. കണ്ണുകളിൽ ഇരുട്ട് കയറി. അവൾ പതിയെ ആ റോഡരികിൽ മുട്ടുകുത്തി. പിന്നീട് സാവധാനം പുറകോട്ട് മറിഞ്ഞു വീണു, വാൾട്ടറുടെ മാറിലേക്ക്.